പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. 50-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യട്ടെ, ഒരു വിടുതൽ നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് നല്ല സൗഖ്യം ഇവിടെ തരട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഥവാ പിതാവായ ദൈവം ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ പൊന്നോ പണമോ നമുക്കുള്ള മണ്ണോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആടുമാട് കന്നുകാലികളെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ദൈവം തരാൻ പറയുന്നുമില്ല. അല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, നാം ദൈവത്തെ സ്തോത്രത്തോടെ സ്തുതിക്കണം. അതാണ് സ്തോത്രം എന്നത് ഒരു യാഗമാണ്, ദൈവത്തിന് കൊടുക്കുന്ന ഒരു യാഗമാണ്. ആകയാൽ സ്തോത്രം ത്യാഗമായി നമ്മുടെ ഉള്ളിൽ വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഏത് നിസ്സാരമായ കാരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും, അത് വലിയ കാര്യങ്ങളാകാം, ചെറിയ കാര്യങ്ങളാകാം, എവിടെ നിങ്ങൾ പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെ കടന്നു പോകുന്നു ആ മേഖലയിൽ നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളുടെ വായ് കൊണ്ട് അല്ലേ കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തുതിക്കുമ്പോഴേ പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്നും നന്ദിയുള്ള ഹൃദയത്തിൽ നിന്നും അല്ലേ നന്ദിയോടെ കർത്താവിന് സ്തുതി കൊടുക്കുമ്പോൾ അത് സൗരഭ്യവാസനയായി, ആ സ്തോത്രത്തെ ദൈവം സൗരഭ്യവാസനയായി ദൈവം സ്വീകരിക്കും, രക്തം ചെയ്യും. ഒരു സ്തോത്രത്തിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ വില എത്ര എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അത്രമാത്രം ശക്തമാണ് ഒരു സ്തോത്രത്തിന്റെ മഹത്വം. അപ്പം ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് സ്തോത്രം എന്ന യാഗം അർപ്പിക്കണമെന്ന്. ഈ ലോകത്തിലുള്ള സകല ജനത്തോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ സ്തോത്രം ചെയ്യണം. നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, ഒരുപക്ഷെ മഹാവ്യാധി, പകർച്ചവ്യാധികൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മഴയിടിച്ചിലുകൾ, ഉരുൾപൊട്ടലുകൾ, വെള്ളപ്പൊക്കങ്ങൾ, പേമാരികൾ, കൊടുങ്കാറ്റ്, കുടുംബത്തെ തകർക്കുന്ന എല്ലാവിധ ബന്ധനങ്ങളും, പാപങ്ങൾ, ശാപങ്ങൾ, ആഭിചാര, മന്ത്രവാദ, ക്ഷുദ്രശക്തികൾ, ബിസിനസ്സിലെ തകർച്ചകൾ, വിവിധ പരാജയങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുമ്പോൾ അതിൽ നിങ്ങൾ ആ മനസ്സുകൊണ്ട് മടുത്തു പോകാതെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, രക്ഷകനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവിന്റെ രക്ഷയെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്തോത്രം അർപ്പിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവന് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ 50-ാം സങ്കീർത്തനം 23-ാം വാക്യം എന്ന് വായിച്ചല്ലോ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കുന്നു. 50-ാം സങ്കീർത്തനം 16 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് കപടഭക്തിയെ ശാസിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 16-ാം വാക്യം: എന്നാൽ ദുഷ്ടരോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനയെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളയുന്നുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരനോട് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുമ്പിൽ അവയെല്ലാം നിരത്തി വെക്കും. കാരണം കർത്താവ് ഒന്നും കാണാതിരിക്കുന്നില്ല, ഒന്നും അറിയാതിരിക്കുന്നില്ല, എല്ലാം കാണും. എന്നിട്ട് കർത്താവ് പറയും, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിയിപ്പാൻ ആരും ഉണ്ടാകില്ലെന്ന് കപടഭക്തിയെ ശക്തമായി ശാസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദുഷ്ടനോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ് ഇവിടെ പറയുന്ന
കാര്യങ്ങൾ പറയുന്നത്. കപടഭക്തിയെ ഇവിടെ നിശ്ചിതമായി അല്ലലിയ ശാസിക്കുക. ദൈവത്തിന്റെ ചട്ടങ്ങളെ അറിയിക്കുവാൻ ദുഷ്ടന് യാതൊരു അവകാശവുമില്ല. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അതാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. അപ്പം ദൈവവചനം പ്രസംഗിക്കുന്ന അല്ലലിയ പലരും ആ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ദുഃഖകരമാണ്. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന പലരും ഇന്ന് വചനത്തിന് വിരുദ്ധമായി പ്രസംഗിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അനവധി മെസ്സേജുകൾ, അനവധി സന്ദേശകരാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്തോത്രയാഗങ്ങൾ സ്തുതിയും കൊടുക്കേണ്ടതിന് പകരം സഭയ്ക്കകത്ത് വലിയ പണപ്പിരിവ് നടത്തുക. ദൈവമക്കൾക്ക് ഇരുന്ന് ആരാധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ആരാധന ആവശ്യം. അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വർഷങ്ങളായിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് വർഷങ്ങളായി 10, 15 വർഷമായി, 20, 25 വർഷമായതുകൊണ്ട് ഇന്നും അന്ന് പറഞ്ഞത് 5 കോടിയുടെ ആരാധനാലയം 8 കോടിയുടെ, ഇന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രസംഗിച്ചവരൊക്കെ അവരുടെ 3 തലമുറയ്ക്ക് തിന്നുവാനുള്ളത് നേടിവെച്ചിട്ടുണ്ട്. എന്നിട്ടും ആലയം പറഞ്ഞിട്ട് ഇന്നും ജനത്തെ ചൂഷണം ചെയ്യുക. ഇന്നത്തെ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു സുവിശേഷ പ്രസംഗം ഒരു വ്യാപാരമാണ്. ആ പ്രസംഗം ഒരു വ്യാപാരമാണ്, പണമുണ്ടാക്കലാണ്. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അത് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും അവരെ കണ്ടത് ചെയ്യിപ്പിക്കുന്നതെല്ലാം ഇന്നത്തെ ശുശ്രൂഷകന്മാർ മറന്നിട്ട് പണത്തിന്റെ പിന്നാലെ കൂടി, ദിവ്യാഗ്രഹത്തിന്റെ പിന്നാലെ കൂടി. അതുകൊണ്ടാണ് ഇപ്പം ഭയങ്കര വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാ, പണത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ പോക്കറ്റ് നിറയുവാനും നിന്റെ ബാങ്കിലെ അക്കൗണ്ട് വർദ്ധിപ്പിക്കുവാനും അല്ല ദൈവം നിന്നെ വിളിച്ചത്. സാധുക്കളായി കിടക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ധ്യാനമ്പരും വൃത്തരും അശരണമായിരിക്കുന്ന, ജീവിതത്തിൽ ആനുകൂല്യമില്ലാതെ സഹായമില്ലാതെ വിവിധമായ കഷ്ടതയുടെ നരയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിന്റെ അമലരിയ നന്മയെക്കുറിച്ച്, ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ച്, ദൈവത്തിനുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. അത് പണത്തിന് വേണ്ടി പ്രസംഗിക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഭൂമി കണ്ടില്ലേ, ഹല്ലേലൂയ, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, സ്വന്തമായൊരു വീടില്ലാതെ, സ്വന്തമായൊരു തുണ്ട് ഭൂമിയില്ലാതെ ജീവിതം വളരെ കഷ്ടപ്പെടുന്ന അനവധി സുവിശേഷകന്മാർ, ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. അവർക്ക് ദൈവം കൊടുക്കുന്നത് കൊണ്ട് അവർ തൃപ്തി പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നു. എന്നാൽ കോടിക്കണക്കിന് രൂപ വാരിക്കൂട്ടിയ വ്യക്തികൾ ഇന്നും പിറുപിറുക്കിയ, സഭയെ ഞെക്കിപ്പിഴിയ, വിശ്വാസികളെ പിടിഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, എന്ന ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവത്തിനോടാണ്, ദൈവത്തിനും പ്രസംഗിക്കുന്ന പലരും വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നതും ദുഷ്കരമാണ്. ഒടുവിലായി ദൈവത്തെ മറക്കുന്നവർക്ക് വരുന്ന ഭയാനകമായ ന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ളവർ ദൈവത്തിന്റെ വലിയ ന്യായവിധിയിൽ കടന്നു. അപ്പം ദൈവജനത്തെ ശപിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഒരു ദൈവജനത്തെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ശപിക്കുവാൻ ഒരു ഭക്തന് അവകാശമില്ല. റോമാലേഖനം 12 വായിച്ചത് കാണാൻ കഴിയും. അപ്പൊ നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ദൈവജനം. നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പക്ഷെ ശുശ്രൂഷകന്മാർ ഇപ്പം ചെയ്ത് കാണുന്നത്, ജനത്തെ അല്ലെങ്കിൽ പൈസ കൊടുത്തില്ലെങ്കിൽ, പണം കൊടുത്തില്ലെങ്കിൽ, ദശാംശം കൊടുത്തില്ലെങ്കിൽ, സ്തോത്രകാഴ്ച കൊടുത്തില്ലെങ്കിൽ അവരെ ശപിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞാൽ എല്ലാം സംഭവിക്കുമെന്നുള്ളതാണ് ചിലർ പറയുന്ന വാദപ്രതിവാദം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരു വ്യക്തിയെ ശപിക്കുവാൻ നമുക്ക് ദൈവം അധികാരം തന്നില്ല. ശത്രുവിനെ സ്നേഹിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലൊരിയ നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാമേലെ ദൈവവചനത്തെ വിരുദ്ധമായി പ്രസംഗിക്കുകയും ദൈവവചനത്തെ വിരുദ്ധമായി ജനത്തിന് പറഞ്ഞു കൊടുക്കുകയും അതുകൊണ്ട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ദുഷ്ടന്മാർക്ക് വരാൻ പോകുന്ന മഹാ ന്യായവിധിയെ കുറിച്ചാണ് 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് 23-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ ദൈവവചനം പറഞ്ഞു, സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്ന എന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്ന ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. സത്യസന്ധമായി, നിഷ്കളങ്കമായി, നിർമ്മല ഹൃദയത്തോടെ, ഏകാഗ്രതയോടെ, വിശുദ്ധിയോടെ
ആമീൻ ദൈവവചനത്തിന്റെ പവിത്രത, അതിന്റെ ആമിലതിയ മഹത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവം പരിശുദ്ധനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സകലത്തിന്റെ ഉടയവനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് താഴ്ന്നിരുന്ന ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, അവനിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ മെഗാ പ്രസംഗകരും മെഗാ ക്രൂസുകളും ഒക്കെ പണത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് പണമാണ് ലക്ഷ്യം. ഈ സുവിശേഷ മുഖാന്തരം കോടികൾ സമ്പാദിച്ചവർ ഇന്നും നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ ന്യായവിധിക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം ദൈവം ഒരിക്കലും ന്യായം വിധിക്കുന്നേ. ഞാൻ ആദ്യം അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം നമ്മുടെ മണ്ണോ നമ്മുടെ പൊന്നോ നമ്മുടെ പണമോ നമ്മുടെ കൂട്ടിലെ ആടുമാട് കന്നുകാലികളോ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപത്തിൽ വീണ് കിടന്ന, ശാപത്തിൽ വീണ് കിടന്ന, ജീവിതത്തിൽ സമാധാനമില്ലാതെ കിടന്നിരുന്ന എന്നെ നിങ്ങളെയും രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ കർത്താവ് പറയുന്നത്, നീ എനിക്ക് സ്തോത്രം എന്ന യാഗം അർപ്പിക്കണമെന്നാണ്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ വഞ്ചിതരായി പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ ദൈവദാസിദാസന്മാർ, എത്രയോ ദൈവമക്കളാണ് അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഇന്നും കഷ്ടപ്പെടുന്നറിയാമോ? അതിന്റെ നടുവിലാ ഒരു കൂട്ടം ജനം പണപ്പിരിവ് നടത്തുന്നത്. ലേരിയ സ്തോത്രം. എത്ര കൊടുത്താലും തികയത്തില്ല, എത്ര കൊടുത്താലും തികയത്തില്ല. അല്ലേ? ഈ പക്ഷികളുടെ കാര്യം പറഞ്ഞ പോലെ, പക്ഷികൾക്ക് എത്ര കൊത്തി തിന്നാലും തികയത്തില്ല, എത്ര കൊത്തി തിന്നാലും തികയത്തില്ല. അതിന്റെ എന്റെ ചുണ്ടുകൊണ്ട് കൊക്കുകൊണ്ട് എപ്പോഴും അതും ഇതെല്ലാം കൊത്തി തിന്നു എന്ന് പറഞ്ഞ പോലെ ചിലരൊക്കെ. അല്ലേരിയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ദൈവത്തെ ഭയപ്പെടണം, രക്തം ചെയ്യണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ടില്ല എങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ തലമുറയുടെ മേൽ വരും. ആമീൻ. ദൈവജനത്തെയും ദൈവമക്കളെയും വ്യാജ പ്രവചനം പറഞ്ഞ്, വ്യാജ പ്രവചനം പറഞ്ഞ്, വ്യാജ ഉപദേശം പറഞ്ഞ്, ദൈവവചനത്തെ വിരുദ്ധമായ ഉപദേശങ്ങൾ പറഞ്ഞ് അവരെ കബളിപ്പിച്ച് പോഷ്ക്ക് പറഞ്ഞ് അവിടുന്ന് മേടിക്കുന്ന നന്മകളെല്ലാം അതെത്ര നീ വാരിക്കൂട്ടിയാലും ഒരു സ്ട്രോക്ക് വന്നാൽ മതി എല്ലാം തീരാൻ. ഹല്ലേലൂയ. രക്തം ചെയ്യും. ദൈവത്തെ ഭയപ്പെടണം. ദിവ്യാഗ്രഹത്തിന് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യരുത്, പണം ഉണ്ടാക്കാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യരുത്. ഇത് പണത്തിന്റെ പരിപാടിയല്ല, ഇത് പണമുണ്ടാക്കലല്ല, ഇത് ദൈവത്തെ മഹത്വപ്പെടുന്ന രക്ഷയുടെ വചനമാണ്, ജീവന്റെ വചനമാണ്. അതുകൊണ്ട് പറഞ്ഞു, പഴയ നിയമത്തിലെ യാഗങ്ങളുടെ പ്രമാണത്തെക്കുറിച്ച് കർത്താവ് ലേവ്യ പുസ്തകത്തിൽ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. യാഗങ്ങളിലെ വലിയ നിയമം തന്നെയാണ്. അതെങ്ങനെ ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, ഏത് വിധത്തിലാണ് എന്നൊക്കെ ഉള്ളത് ഈ ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഭോജനയാഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 2:9 പാപയാഗം അകൃത്യയാഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 7:7 സമാധാനയാഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 7:13 അങ്ങനെ വിവിധ യാഗങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്ന് ഇസ്രായേലിൽ അങ്ങനെയുള്ള യാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ഇത്തരത്തിലുള്ള യാഗങ്ങൾ കർത്താവിന് സമർപ്പിച്ചു. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് സമാധാനവും പാപക്ഷമയും പ്രാപിച്ചുവെന്ന് നമുക്ക് ലേവ്യ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യാഗ നിയമങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ, ജീവിത വിശുദ്ധിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, ഒരുവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം, ഒരു വിശ്വാസിയുടെ മനസ്സെന്താണ്, ഒരു വിശ്വാസിയുടെ ഹൃദയം എന്താണ്, അവന്റെ ഇടപാടുകൾ എന്താണ്, അവൻ ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണം, സഭയിൽ എങ്ങനെ ആയിരിക്കണം, അവന്റെ ജീവിത വിശുദ്ധി എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്നൊക്കെയുള്ള യഥാർത്ഥ നിയമം എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിനകത്ത് എഴുതിയിട്ട് വല്ലപ്പോഴും ഒന്ന് വായിക്കണം. ആ പുസ്തകം മുഴുവൻ വായിക്കണം. ഹല്ലേലൂയ. അപ്പൊ യാഗ നിയമങ്ങളുടെ വലിയ നിരകൾ തന്നെ ലേവ്യ പുസ്തകത്തിൽ കാണാൻ കഴിയും. ഫ്രീസറോ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം ആടുമാടുകളുടെ യാഗത്തെ കർത്താവ് നീക്കിക്കളഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആടുമാടുകളുടെ യാഗത്തെ നമ്മുടെ കർത്താവ് നീക്കിക്കളഞ്ഞ് ഇന്ന് ഒരേ ഒരു യാഗം മാത്രമേ ഉള്ളൂ. ഇന്നിവിടെ ആടുമാട് കാളകളെ കോഴിയെ ഒന്നും വെട്ടി യാഗം കഴിക്കേണ്ട, മൃഗങ്ങളെ അറുത്തുള്ള യാഗം ഇന്ന് ആവശ്യമില്ല. അതൊക്കെ പഴയ നിയമത്തിലായിരുന്നു. എന്നാൽ ഇന്ന് ആടുമാട് കാളകളെ കോഴികളെ പക്ഷികളെയൊക്കെ അറുത്ത് യാഗം കഴിക്കുന്ന അനവധി യാഗങ്ങൾ ഈ ഭൂമി നടക്കുന്ന അങ്ങനെയുള്ള യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഇന്ന് ഒരേ ഒരു യാഗം മാത്രം. അതെന്താണ് ഒരേ ഒരു യാഗം? കാൽവറി ക്രൂശിൽ ഗോൽഗോത്തയിൽ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആ ക്രൂശിൽ പരമയാഗമായി തീർന്ന അവസാനത്തുള്ള രക്തം വരെ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമാണ് ഇന്നത്തെ ഏറ്റവും വലിയ യാഗം എന്ന് പറയുന്നത്. അപ്പൊ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ
ആ കുഞ്ഞാടായ ക്രിസ്തുവാണ് ഏക യാഗമെന്ന് പറയുന്നത്. അപ്പോൾ സകല മനുഷ്യരും അന്ന് പഴയ നിയമത്തിൽ യാഗം കഴിക്കാൻ വരുമ്പോൾ കാളകളെ, ആടുകളെ, പ്രാവിൻ കുഞ്ഞുങ്ങളെ, ആ കോലാട്ടുകൊറ്റന്മാരെയൊക്കെ കൊണ്ടുവരണമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ നിയമങ്ങളും പ്രമാണങ്ങളും മുഴുവൻ ദൈവം മാറ്റിയിട്ട് സകല മനുഷ്യർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു അർക്കപ്പെട്ട കുഞ്ഞാടായി നമുക്ക് വേണ്ടി പരമയാഗമായി മാറി രക്തം ചെയ്യും. ആ യാഗത്തിൽ വേണം നമ്മൾ വിശ്വസിക്കുവാൻ. അല്ലേരിയ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് കർത്താവ് പറയുന്നത്, സ്തോത്രം എന്ന യാഗം നീ അർപ്പിക്കണം, രക്തം ചെയ്യും. അല്ലേരിയ. നമുക്ക് അതരങ്ങൾ തന്നത്, സംസാരം തന്ന, നാവുകൾക്ക് ബലം തന്നത്, നമുക്ക് വിക്കില്ലാതെ കൊഞ്ചനയില്ലാതെ അല്ലെങ്കിൽ ദൈവം നമ്മെ ഇവിടെ നിർത്തിയത്, ആയുസ് തന്ന്, ആരോഗ്യം തന്ന്, സൗന്ദര്യം തന്ന്, പണം തന്ന്, സമ്പത്ത് തന്ന്, വിദ്യാഭ്യാസം തന്ന്, എല്ലാം തന്ന് നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്തിനാ? ദൈവത്തിന് സ്തോത്രം എന്ന യാഗമർപ്പിക്കാൻ വേണ്ടിയാ. കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ ആദരങ്ങൾ കൊണ്ട് സ്തോത്രം എന്ന യാഗമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം, രക്തം ചെയ്യും. പ്രൈസോ. അപ്പൊ നമ്മൾ ഈ ദൈവത്തിനൊക്കെ ദൈവത്തോട് ചേർന്ന് വായിച്ച് പഠിക്കുമ്പോൾ നമ്മളങ്ങ് ആത്മീയമായിട്ട് അങ്ങ് അനുഗ്രഹിക്കപ്പെടും. പണപ്പിരിവിന്റെ ആവശ്യമില്ല ഇവിടെ. സന്തോഷത്തോടെ നമുക്ക് തരുന്നത് മേടിക്കണം, കണക്ക് പറഞ്ഞ് മേടിക്കരുത്. സന്തോഷത്തോടെ തരുന്നത് മേടിക്കണം, നിർബന്ധത്താൽ ആരോടും മേടിക്കരുത്, കണക്ക് പറഞ്ഞ് മേടിക്കരുത്. ചില സഭകളിലൊക്കെ കണക്ക് പറഞ്ഞ് മേടിക്കും. ഒരു സഹോദരി എന്റെ സഭയിൽ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, അല്ലടി എന്റെ പാസ്റ്റർ, ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർക്ക് ഈ ആഴ്ച ദശാംശവും സ്തോത്രകാഴ്ചയും കൊടുത്തില്ലെങ്കിൽ അവിടെ കണക്കിന് എഴുതി വെക്കും, അടുത്ത പ്രാവശ്യം മറ്റേ പലിശ കൂട്ടി വാങ്ങുമെന്ന് പറഞ്ഞു. അല്ലേരിയ. അങ്ങനെ ആ വിശ്വാസികൾ പലിശയും കൂടെ വാങ്ങിക്കുന്നുണ്ട്. സ്തോത്രകാഴ്ച കൊടുത്തില്ലെങ്കിൽ, ദശാംശം കൊടുത്തില്ലെങ്കിൽ പലിശയും കൂടെ വാങ്ങുന്ന പാസ്റ്റർമാരുടെ, ഉപദേശിമാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ സമുദായത്തിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തോട് ബന്ധത്തിൽ വേർപെട്ട കൂട്ടമാണല്ലോ. അല്ലേരിയ. കണക്ക് പറഞ്ഞ് മേടിക്കുക. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ അല്ലെങ്കിൽ ചില ചർച്ചകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ലെന്നാ തോന്നുന്നത്. എന്നാൽ ചില പുതിയ വർക്കുകൾ ആരംഭിക്കുന്നുണ്ട്. പുതിയ ചില സംഘടനകൾ, ചില ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അവരാണ് സ്തോത്രകാഴ്ച കൊടുത്തില്ലെങ്കിൽ, അത് ദശാംശം കൊടുത്തിൽ എഴുതി വെച്ചിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ അതുകൂടെ കൂട്ടിപ്പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച തരാത്തതിന്റെ പലിശയും കൂടെ കൂട്ടി വാങ്ങുന്ന കൊള്ള പലിശക്കാരായിരിക്കുന്ന അനവധി ശുശ്രൂഷകന്മാരുണ്ട്. അവരോടാണ് കർത്താവ് ചോദിക്കുന്നത്. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, അവരെ വിളിക്കുന്ന കർത്താവ് ദുഷ്ടനാണ്. ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ എടുപ്പാനും നിനക്ക് എന്ത് കാര്യം? അല്ലേ? പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. അപ്പൊ ഇവിടെ കാൽവരി യാഗത്തെ സ്വീകരിക്കുന്ന അത് നാം അർപ്പിക്കേണ്ട ഒരേ ഒരു യാഗം സ്തോത്രയാഗമാണ്. കാൽവരി യാഗത്തെ നാം ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ, യേശു ക്രിസ്തുവിന്റെ യാഗത്തെ നാം ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ നമ്മൾ ഏറ്റുപറയേണ്ടത് ഒരേ ഒരു യാഗമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അത്തരഫലം എന്താ? സ്തോത്രയാഗം. അതാണ് നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തിന്. ഞാൻ പറഞ്ഞില്ല, ദൈവസഭയ്ക്ക് നന്മകൾ ചെയ്യണം, വേണ്ടൊന്നും ആരും പറയുന്നില്ല. അല്ലേലൂയ. അത് വേദപുസ്തകം പറയുന്നില്ല. പക്ഷെ അത് നിർബന്ധത്താൽ പിടിച്ചു വാങ്ങരുത്. പലിശയും കൂടെ കൂട്ടി വാങ്ങരുത്. അല്ലേലൂയ. സ്തോത്രം. ദൈവം തരുന്നതിനകത്ത് തൃപ്തിപ്പെടണം. കണക്ക് പറഞ്ഞ് നിർബന്ധത്താൽ വാങ്ങുന്നതും ഈ ആഴ്ച തന്നില്ലെങ്കിൽ എന്റെ അടുത്ത ആഴ്ച എന്റെ പലിശ കൂട്ടി വാങ്ങുകയും ചെയ്ത് മേടിക്കുന്നവർക്ക് ഒരിക്കലും തൃപ്തി വരത്തില്ല, സമാധാനം തരത്തില്ല. എന്നാൽ സന്തോഷത്തോടെ 10 രൂപയെ കിട്ടിയുള്ളെങ്കിലും ആ 10 രൂപയ്ക്ക് അതിൻ്റെതായിട്ടുള്ള മധുരമുണ്ട്, അതിൻ്റെതായ രുചിയുണ്ട്, അതിന് മഹത്വമുണ്ട്. പ്രൈസോ. ആരും ചൂഷണം ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ പറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ യാഗങ്ങളും അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട്, മറ്റുള്ള യാഗങ്ങളെല്ലാം മാറ്റി നിർത്തി കാൽവരി യാഗത്തെ സ്വീകരിക്കുന്ന നാം അർപ്പിക്കേണ്ട ഒരേ ഒരു യാഗം സ്തോത്രയാഗമാകുന്നു. അതാണ് അല്ലെങ്കിൽ എബ്രായ ലേഖനം 13-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അല്ലെങ്കിൽ സ്തോത്രം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണമെന്ന്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ നാം ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നി ഈ തെക്കൻ പ്രദേശം എന്നൊക്കെ പറയുന്നത് വളരെ സ്തോത്രയാഗം കൊടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ന്യൂ ജനറേഷൻ പുതിയ വർക്കുകൾ വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രയാഗമൊക്കെ പല മാതാപിതാക്കളിലേക്ക്, പിതാക്കന്മാരുടെ ഹൃദയങ്ങളൊക്കെ മാറിപ്പോയി.
എന്നാൽ ചില അമ്മച്ചിമാര്, ചില അമ്മാമ്മമാര്, ചില അച്ചായന്മാർ, അപ്പച്ചന്മാര്, ചില സഹോദരന്മാർ, ദൈവത്തെ ഭയപ്പെടുന്ന ചില യുവതലമുറകളൊക്കെ ഉണ്ട്. അവരെ അന്നും ഇന്നും കാൽവരി ക്രൂശിൽ മാനവകുലത്തിനു വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അതരഫലമെന്ന് സ്തോത്രയാഗം ഇടവിടാതെ പറയുന്ന പലരെയും സഭയിൽ കാണുവാനും കഴിയും. രക്തം ചെയ്യും. ഇബ്രാഹിം ലേഖനം അതാ പറയുന്നേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന് സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞ ഹോശിയ പുസ്തകം 14-2 ആമേൻ അതരാർപ്പണമായ കാളകൾ എന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ ശ്രദ്ധേയമാണ്. അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന സ്തോത്രയാഗങ്ങൾ കാളകളായി സങ്കല്പിക്കുകയാണ് ഇവിടെ പൗലോസ്. ഹല്ലേലൂയ. ഇവിടെ ലേഖനക്കാരൻ അതരഫലം എന്ന സ്തോത്രയാഗം എന്ന് പറയുന്നത് സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ കാളകളെ അർപ്പിക്കുന്നതിന് പകരമാണെന്ന് ആമേൻ പറയുക. പഴയ നിയമത്തിൽ ഒരുപാട് യാഗമൃഗങ്ങളെ കൊണ്ടുവരണമായിരുന്നു. കാളകൾ, ഹല്ലേലൂയ, ആട്ടുകൊറ്റന്മാർ, കോലാട്ടുകൊറ്റന്മാർ, പ്രാകുവിൻ കുഞ്ഞുങ്ങൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും നീ കൊണ്ടുവരേണ്ടത്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. ഹല്ലേലൂയ. ഹോശിയ പുസ്തകത്തിൽ പറയുന്നത് ആമേൻ 14:2 അതിരാർപ്പണമായ കാളകൾ എന്ന് പറയുന്നത് നീ അർപ്പിക്കുന്ന ഓരോ സ്തോത്രങ്ങളും, ഓരോ സ്തോത്രയാഗങ്ങളും, ഹല്ലേലൂയ, ആമേൻ, കാളകളെ സമർപ്പിക്കുന്നതിന് പകരമാണെന്ന് ദൈവാത്മാവ് പറയുക. ഹല്ലേലൂയ. അപ്പൊ ഒരു വിശ്വാസി പുരോഹിതനാകിയാൽ ദൈവത്തിന് സ്തോത്രയാഗങ്ങൾ അർപ്പിക്കാം. ഒരു വിശ്വാസി എന്ന് പറയുന്നത് പുരോഹിതനാണ്. ചില ആളുകൾ പറയും പുരോഹിതന്മാർ, ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റൂ, അവരെല്ലാം ഒരു യൂണിയനാണ്. ഇന്നത്തെ യൂണിയനും ഉണ്ട് അങ്ങനെ. അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് യൂണിയൻ ഉണ്ട്, ഉപദേശമാരുടെ യൂണിയൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പുരോഹിതന്മാരുടെ യൂണിയൻ ഉണ്ട്. ഇത് യൂണിയനല്ല. ദൈവം എല്ലാവരും രാജകീയ പുരോഹിതന്മാരായി വിളിച്ചിരിക്കുക. ദൈവം എല്ലാവരെയും, അത് 1 പത്രോസ് 2:9, ദൈവം എല്ലാവരും രാജകീയ പുരോഹിതന്മാരെ. പിന്നെ ശുശ്രൂഷ നടത്താൻ അതിന്റെ ലീഡർഷിപ്പിനായിട്ട് ദൈവം ചിലരെ പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ച് ശുശ്രൂഷ ഏൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവമക്കളെല്ലാം പുരോഹിതന്മാർ. അതുകൊണ്ട് അവരെല്ലാം കൂടി വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന് സ്തോത്രയാഗം നമ്മൾ അർപ്പിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് മൃഗബലിയും ലേവ്യ പുരോഹിതന്മാരും ഇല്ലാതെ വന്നെങ്കിലും, പഴയപോലത്തെ മൃഗബലിയും ലേവ്യ പുരോഹിതന്മാരില്ലാതെ വന്നെങ്കിലും യാഗം ഇല്ലാതെ വന്നിട്ടില്ല. അപ്പം പഴയ നിയമത്തിലെ മൃഗബലിയും മാറി, ലേവ്യ പുരോഹിതന്മാരും മാറിയെങ്കിലും ഈ യാഗം നിന്നു പോയില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഏക യാഗത്തിൽ ആശ്രയിക്കുന്ന ഏവനും സ്തോത്രയാഗം അർപ്പിക്കണം. മൃഗബലിയും മാറി, ലേവ്യ പൗരോഹിത്യവും മാറി. പക്ഷെ ഇവിടെ യേശു ക്രിസ്തു എന്ന യാഗം എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന, യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന സ്തോത്രയാഗം നാം എപ്പോഴും അർപ്പിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കലങ്ങിയ മനസ്സുമായി കണ്ണുനീരോടെ, വേദനയോടെ, ദുഃഖത്തിന്റെ നടുവിൽ നിന്നെ ആരും കാണാതെ, ആരും നിന്നെ സഹായിപ്പാനില്ലാതെ, നിന്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലാതെ, നിന്റെ വേദനകൾ അറിയാൻ കഴിയാതെ എല്ലാവരും മാറി നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്കിരുന്ന് വീർപ്പുമുട്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, കാൽവരിയിൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം നിന്റെ വിഷയങ്ങൾ ഏതാണോ ആ വിഷയത്തെ വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, അതിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നിന്റെ മക്കളെ നിന്റെ മുമ്പിൽ വിളിച്ചു നിർത്തി അവരുടെ ഭാവിക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ മക്കളുടെ പർവ്വത്തെ ഓർത്ത് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞ് നീ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ ഭർത്താവിന്റെ പേര് പറഞ്ഞ് നീ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് നീ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. മാതാപിതാക്കൾ മക്കളുടെ പേര് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങൾ കുടുംബമായി നിങ്ങളുടെ സഹോദരങ്ങളുടെ പേര് പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അയൽവാസികളെ, സ്നേഹിതന്മാരെ, സുഹൃത്തുക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളെ നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങൾക്ക് നന്മ തരുമ്പോൾ, അനുഗ്രഹം തരുമ്പോൾ, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരുമ്പോൾ, ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകുമ്പോൾ, നിന്റെ മക്കൾ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, ഉന്നത പദവിയിലേക്ക് ഉയരുമ്പോൾ, അവർക്ക് വിദേശത്ത് പോകാൻ ഒക്കുമ്പോൾ, അവർ കൈനിറച്ച് സാലറി വാങ്ങുമ്പോൾ എല്ലാം നീ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം നീ അർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവിന് കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതരഫലമെന്ന സ്തോത്രയാഗം നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. അപ്പം കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും ആഗ്രഹിക്കുന്നു ഈ യാഗമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്ന ആപത്ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അനേകർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആപത്ത് കാലത്ത്
സങ്കടങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, ബിസിനസ്സിൽ പരാജയപ്പെടുമ്പോൾ, കൃഷി നഷ്ടപ്പെടുമ്പോൾ, ആദ്യപാട് കന്നുകാലികളെല്ലാം തകരുമ്പോൾ, കുടുംബത്തിനകത്ത് അസ്വസ്ഥത വരുമ്പോൾ, കുടുംബത്തിന് ഭാരം വരുമ്പോൾ, ജീവിതം നിരാശപ്പെടുമ്പോൾ, വിവിധ ആപത്ത് വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ വളരെ വീർപ്പ് മുട്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ അവരെ നേരിടാൻ കഴിയാതെ പലരുടെയും ഹൃദയങ്ങൾ കലങ്ങിപ്പോകുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, പോരാട്ടങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾക്ക് വരുമ്പോൾ അത് എങ്ങനെ നേരിടണമെന്ന് അറിയാൻ കഴിയാതെ നിന്റെ മനസ്സ് കലങ്ങുന്ന വ്യക്തിയാണോ, നീ ഹൃദയം നുറുങ്ങുന്ന വ്യക്തിയാണോ, സങ്കടപ്പെടുന്ന വ്യക്തിയാണോ, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, അവന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ, കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ, നമുക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാടായി മാറിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അത്തരഫലമെന്ന് സ്തോത്രയാഗം പറഞ്ഞ് നീ ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാലും അടക്കുമ്പോൾ നിന്റെ ുള്ള എല്ലാ പ്രതിസന്ധികളും, പോരുകളും, പോരാട്ടങ്ങളെ ദൈവം നീക്കി നിന്നെ ആത്മാവിൽ ദൈവം നിറയ്ക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഒരു സ്തോത്രത്തിനകത്ത് അത്ഭുതമുണ്ടെന്ന് ഹല്ലേലൂയ. ഒരു സ്തോത്രത്തിനകത്ത് സൗഖ്യമുണ്ടെന്ന്, ഒരു സ്തോത്രത്തിനകത്ത് അനുഗ്രഹമുണ്ട്, ഒരു സ്തോത്രത്തിനകത്ത് വിടുതലുണ്ട്. സ്തോത്രം എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ്. ഹല്ലേലൂയ, ഒരു യാഗമാണ്. അതുകൊണ്ട് പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് ഇങ്ങനെ പറയുന്നു. എന്താണ് നമ്മുടെ കർത്താവ് പറയുന്നത്? വീണ്ടും നമ്മൾ സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം, അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കുക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടിവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവത്തിന് വചനമാകട്ടോ. ഹല്ലേലൂയ. എന്താണ് കർത്താവ്? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം ഇടവിടാതെ. നീ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയിട്ട് വളരെ കഷ്ടം സഹിക്കുന്ന, മണലാരൻ വേദന അനുഭവിക്കുന്ന, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഭാരപ്പെടുന്ന, വിസ ഒതുക്കി കിട്ടാതെ ഭാരപ്പെടുന്ന, സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന, ഹല്ലേലൂയ, വിദേശത്തെ പീഡകൾ അനുഭവിക്കുന്ന പല വ്യക്തികളും പലപ്പോഴും പ്രാർത്ഥന ചോദിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി അവർ വിളിക്കുമ്പോൾ, സങ്കടങ്ങൾ പറയുമ്പോൾ, കുടുംബങ്ങൾ പോലും തകർന്നു കിടക്കുന്ന അനവധി വ്യക്തികളോടും പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിനിരുന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്ക്. നിന്റെ പോരുകൾ, പോരാട്ടങ്ങൾ തന്നെ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പലരെയും പറഞ്ഞ് പലരെയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അതെ, എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പല വേളകളിലും സങ്കടങ്ങളും ദുഃഖങ്ങളും ഞാനും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാറുണ്ട്, പലപ്പോഴും സങ്കടത്തിലൂടെ കടന്നു പോകാറുണ്ട്, പലപ്പോഴും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും പോരുകളും പോരാട്ടങ്ങളും ജീവിതത്തിന്റെ കടന്നു വരാറുണ്ട്, വെല്ലുവിളികൾ കടന്നു വരാറുണ്ട്. അതിന് നടുവിൽ പതറിപ്പോകാറില്ല. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തനായതിന്റെ കർത്താവ് എന്നോട് പറയുകയാണ്, കാൽവരിയിൽ നിനക്ക് വേണ്ടി പരമയാഗമായി മാറിയത് ഞാനാണ്. നിനക്ക് വേണ്ടി അവസാനം പുള്ളി രക്തം വരെ തന്നത് ഞാനാണ്. നിന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് നിന്നെ വിശുദ്ധീകരിച്ച് എന്റെ മകളാക്കി മാറ്റിയത് ഞാനാ. അതുകൊണ്ട് എന്നെ ഏറ്റുകൂടെ നദരഫലമെന്ന സ്തോത്രയാഗം നീ അർപ്പിക്കുന്നതിന്റെ പ്രശ്നത്തെ പരിഹാരം നൽകുമെന്ന് യേശു എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ പ്രശ്നങ്ങളുടെ നടുവില്, നിന്റെ പ്രതിസന്ധികളുടെ നടുവില്, നിന്റെ കുടുംബത്തിന്റെ തകർച്ച നടുവില്, നീ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെ നടുവിലും നീ ഭാരപ്പെട്ടു പോകണ്ട. നീ ദൈവത്തിന് മുഴങ്കാലം അടക്കുക, ദൈവത്തിന് പ്രാർത്ഥിക്ക്, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അത്യുന്നതന് നിന്റെ നേർച്ചകളെ കഴിക്കാം. കഷ്ടകാലത്ത് അല്ലെങ്കിൽ നിന്റെ കഷ്ടകാലത്ത് നീ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. കഷ്ടകാലത്ത് നീ യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കഷ്ടകാലത്ത് നീ മധ്യസ്ഥന്മാരെ അല്ല വിളിച്ചപേക്ഷിക്കേണ്ടത്. പലരും കഷ്ടകാലം കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ മധ്യസ്ഥന്മാരുടെ പിന്നാലെ പോകുക. നീ മധ്യസ്ഥന്മാരുടെ പിന്നാലെ പോകാതെ കഷ്ടകാലത്ത് കർത്താവിനെ, യേശുവിനെ വിളിച്ചപേക്ഷിക്കണം. അവൻ നിന്നെ വിടിവിക്കുകയും അവൻ നിന്നെ വിടിവിക്കുമ്പോൾ നീ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനും മനുഷ്യരുടെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാകട്ടോ. നിങ്ങൾ തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം വായിച്ചത് കാണാൻ, ദൈവത്തിനും മനുഷ്യരുടെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രം. ഇടയ്ക്ക് വേറൊരു മധ്യസ്ഥനില്ല. നിങ്ങൾ ഇടയ്ക്ക് വേറൊരാളെ കൊണ്ട് നിർത്തരുത്. അല്ലെങ്കിൽ ദൈവത്തിന് പകരമായി ഏക മധ്യസ്ഥനായിരിക്കുന്ന യേശുക്രിസ്തുവിന് പകരമായി നിങ്ങളുടെ സൃഷ്ടിക്കാൻ ഒരുത്തിനെ കൊണ്ട് നിർത്തരുത്.
ലേരിയ. അപ്പം പലരും ഇന്ന് പല മധ്യസ്ഥന്മാരുടെ പിന്നാലെ പോകുക, അവർക്കൊരു അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയുന്നത്. എനിക്ക് നീ ദൈവത്തെ സ്തുതിക്കണം, സ്തോത്രയാഗം നീ ദൈവത്തിന് കൊടുക്കണം. അതൊരു യാഗമാണ്. ലേരിയ. ആ യാഗം നീ അർപ്പിക്കുമ്പോൾ നീ കാളകളെ യാഗം അർപ്പിക്കുന്നത് പോലെയാണ് നിന്റെ സ്തോത്രത്തിനകത്തു നിന്നുള്ള മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ആരാധന എന്താണ്? നിന്റെ പ്രാർത്ഥന എന്താണ്? നിന്റെ സ്തുതികൾ എന്താണ്? നിന്റെ യാഗം എന്താണ്? ഹല്ലേലൂയ. ഇന്നും നല്ല നിന്റെ കൃഷി, അല്ലെങ്കിൽ നീ നട്ടുവളർത്തി ഉണ്ടാക്കിയ കൃഷിയുടെ ഫലമായിരുന്ന കപ്പയുടെ വീതവും കാച്ചിന്റെ വീതവും ചേമ്പിന്റെ വീതവും മത്തങ്ങയുടെ വീതവും കുമ്പളങ്ങയുടെ വീതവുമായിട്ടാണ് നീ സഭയിലേക്ക് ചെല്ലുന്നത്. അല്ലെങ്കിൽ അത് പണ്ടത്തെ കാലം മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും ചേമ്പും അല്ലെങ്കിൽ കോഴിക്കുഞ്ഞും പക്ഷിക്കുഞ്ഞുങ്ങളും ഒക്കെ ആടുമാട് കന്നുകാലികളൊക്കെ പണ്ടായിരുന്നു. ഇപ്പോഴും നീ അത് ദൈവസഭയ്ക്ക് കൊടുത്തത് ദൈവദാസന്മാർക്ക് അത് കൊടുത്തോ, ദൈവമക്കൾക്ക് ഇതൊക്കെ ദാനം ചെയ്തോ. പക്ഷെ നീ സഭയിലേക്ക് വരുമ്പോൾ അതല്ല കൊണ്ടുവരേണ്ടത്. നീ സഭയിലേക്ക് വരുമ്പോൾ നിന്റെ നിന്റെ കൃഷി ഇനത്തിൽ നിന്നുള്ള അതല്ല കൊണ്ടുവരേണ്ടത്. നീ വരുമ്പോൾ നിന്റെ ആദരത്തിൽ നിന്നാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗമായിട്ടാണ് നീ വരേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ള കായികനികൾ കൊണ്ട്, നിങ്ങളുടെ ഭൗതിക നന്മകൾ കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന യാഗത്തിനകത്ത് നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകത്തില്ല. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഈ വലിയ പ്രസംഗമൊക്കെ നടന്നു, വലിയ പ്രസംഗിക്കുന്നവരെ കൊണ്ട് 1000 രൂപ ഒക്കെ കൊടുത്ത രോഗസൗഖ്യം കിട്ടുമെന്ന. അല്ലെങ്കിൽ അതിനോടൊരാൾ പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാനൊരു സഭയിൽ പോയി ഞാൻ ആ കുറച്ച് പൈസ കൊടുത്തു. എനിക്ക് ഭയങ്കര സൗഖ്യം ആവശ്യമായിരുന്നു. എനിക്കങ്ങ് നാണം തോന്നി. അല്ലെങ്കിൽ നാണം തോന്നി പറഞ്ഞാൽ എങ്ങനെ പൈസ കൊടുത്ത് സൗഖ്യം മേടിക്കുന്ന അല്ലെങ്കിൽ ശീമോന്റെ കാര്യം പറഞ്ഞ പോലെ. അല്ലെങ്കിൽ പൈസ കൊടുത്ത് ദൈവത്തിന്റെ ദാനത്തെ നീ വിലയ്ക്ക് വാങ്ങാൻ നീ ശ്രമിക്കരുത്. പൈസ കൊടുത്ത് ദാനം കൊടുത്ത് ദൈവത്തിന്റെ കൃപകളെ സൗഖ്യത്തെ നീ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കരുത്. നിനക്ക് ശവമായി മാറും. പക്ഷേ നീ തളർന്നിരിക്കുന്ന വിഷയം ഏതാണോ അതിന്റെ നിലവിൽ സ്തോത്രം എന്ന യാഗത്തോടെ നീ വരുമ്പോൾ, കർത്താവിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ, നിന്റെ അതരഫലമാകുന്ന സ്തോത്രയാഗത്തിന്റെ കർത്താവ് സൗരഭ്യവാസനയായി സ്വീകരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ അനുഭവിച്ചിട്ടില്ലാത്ത മഹത്വം ദൈവം നിനക്ക് തരും. അപ്പൊ നീ തുള്ളിച്ചാണ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമെന്ന്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ കഷ്ടകാലത്തിനെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് പകൽ നീ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ, മാതാവേ പിതാവേ, നിന്റെ വേദനകൾ എന്താണ്, നിന്റെ ദുഃഖങ്ങൾ എന്താണ്, നീ കടന്നു പോകുന്ന കഷ്ടകാലം ഏതാണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. മനുഷ്യർക്ക് അതിന് പരിഹാരം നൽകുവാൻ കഴിയത്തില്ല. ഇവിടുത്തെ അധികാരികൾക്ക് പരിഹാരം നൽകുവാൻ കഴിയത്തില്ല. ഇവിടുത്തെ മതങ്ങൾക്കോ മത നേതാക്കന്മാർക്കോ പരിഹാരം നൽകുവാൻ കഴിയത്തില്ല. നിന്റെ പണം കൊടുത്തൊരു പരിഹാരം നേടുവാൻ കഴിയത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ നീ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ അവൻ നിന്റെ കഷ്ടകാലത്തെ പിടിപ്പിക്കും. ഹല്ലേലൂയ. മഹാവ്യാധിയാൽ, സങ്കടത്താൽ, മാരകമായ രോഗത്താൽ കിടക്കിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ വിവിധ ബന്ധനങ്ങളാൽ കെട്ടപ്പെട്ട് കിടക്കുന്ന, ചില പോരാട്ടങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില കുടുംബങ്ങളിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ തലമുറയെ വിടുവിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിനക്കൊരു അനുഗ്രഹത്തെ തരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഒരു വ്യവസ്ഥ മാത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അതരഫലം എന്ന സ്തോത്രയാഗം നീ അർപ്പിക്കുക. നീ ദൈവത്തിന് എന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി ചില നന്മകളെ ചെയ്യും, രക്തം ചെയ്യും. പ്രൈസറോ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനമേ, കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവത്തിന്റെ ആത്മാവ് ചിലരോടൊക്കെ പറയുന്നത് ശക്തമായി ദൂത്, ദൈവാത്മാവ് ചിലരോടൊക്കെ സംസാരിക്കുന്നത് നിനക്കൊരു വിടുതലിന്റെ സമയമായി, നിനക്കൊരു അനുഗ്രഹത്തിന്റെ സമയമായി, നിനക്കൊരു നന്മയുടെ സമയമായി. ഇന്നലകളിൽ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം മറുപടി തരാൻ സമയമായി. ഒരു വ്യവസ്ഥയും കൂടെ ദൈവം വെക്കുക. നീ ഈ ഭൂമിയിലെ കർമാചാരങ്ങളെ വിട്ട് കർമ്മജന്യമായ ആചാരങ്ങളൊക്കെ നീ മാറ്റിവെച്ച്, ഹല്ലേലൂയ, മാനകുലത്തിനു വേണ്ടി മുഴുവൻ മാനകുലത്തിനു ക്രൂശിൽ മരിച്ച യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് രക്ഷകനായി സ്വീകരിച്ച്, ഹല്ലേലൂയ, അവൻ ദൈവം അംഗീകരിച്ചുകൊണ്ട് ആ ക്രൂശിലേക്ക് നീ വന്ന്, ആ കർത്താവിന്റെ അരികിലേക്ക് നീ വന്ന് അതരഫലം വന്ന സ്തോത്രയാഗത്തെ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. രക്തം ചെയ്യും. അപ്പം കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കണം, മനുഷ്യനിലൊന്നും ആശ്രയിക്കരുത് കേട്ടോ. രക്തം ചെയ്യും. ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടിയിട്ടായിരിക്കണം, ലോകത്തിന് വേണ്ടിയിട്ടായിരിക്കരുത്. ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയിട്ടായിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തു എന്നാണ്. ഹല്ലേലൂയ.
ഈ ഭൂമിയിൽ ഒന്നും നേടാൻ വേണ്ടി നീ ഒന്നിനു വേണ്ടി ഭാമി ഓടി നടക്കുന്നത്, ഈ ഭൂമിയിൽ ഒന്നും നേടിയെടുക്കാൻ വേണ്ടി നിന്റെ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. ഹല്ലേലൂയ. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. അപ്പം വേദപുസ്തകം പറയുന്നത് കർത്താവിന് സ്തോത്രയാഗം നാം എപ്പോഴെല്ലാം അർപ്പിക്കണമെന്ന് ദാവീദ് രാജാവ് പറയുന്നുണ്ട്. കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്ന് ദാവീദ് രാജാവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ദാവീദ് സങ്കടത്തിലൂടെ, ദുഃഖത്തിലൂടെ, കണ്ണുനീരിലൂടെ കടന്നുപോയി അനുഭവമുണ്ട്. ശൗൽ തന്നെ വേട്ടയാടിയ സമയമുണ്ട്. തന്റെ മകനായിരിക്കുന്ന അബ്ശലോം തന്നെ വേട്ടയാടിയ സമയമുണ്ട്. കൊട്ടാരം വിട്ട് ഗുഹകളിൽ പോയി മരുഭൂമിയിൽ പാർത്ത സമയങ്ങളുണ്ട്. അങ്ങനെ പരിശോധനയുടെ നടിയിലൂടെ ദാവീദ് രാജാവ് കടന്നുപോയപ്പോൾ എങ്ങനെയൊക്കെ ദൈവത്തെ സ്തുതിക്കണം, എങ്ങനെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടും സാമി ഭക്തൻ പറഞ്ഞു വാക്കുകളാണ് 34 സംഖ്യത്തിൽ 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കുന്നു. അതെ, ദാവീദിന്റെ ജീവിതത്തിൽ വന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും ഹല്ലേലൂയ, യേശുവിന്റെ രക്തം ചെയ്യും. എല്ലാ പ്രയാസങ്ങളുടെ നടുവിലും, പോരാട്ടങ്ങളുടെ നടുവിൽ, മരണം തന്നെ മുമ്പിൽ നിൽക്കുമ്പോൾ, ശൗല് തന്നെ തകർക്കാൻ നോക്കിയിരിക്കുമ്പോൾ, ശൗല് തന്റെ പടയാളികളുമായി ദാവീദിനെ പിന്തുടരുമ്പോൾ ദാവീദ് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു സ്വർഗത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ആഹ്വാനമാണ് അവിടെ കാണുന്നത്. അഥവാ പ്രശ്നങ്ങളുടെ നടുവിൽ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയണം. അതുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളം യഹോവയെ വാഴ്ത്തുവാൻ തുടങ്ങും. അല്ലേ? അപ്പൊ എപ്പോഴൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് സ്തോത്രയാഗം അർപ്പിക്കേണ്ടത്? എപ്പോഴൊക്കെയാണ് ദൈവത്തോട് നീ ചേർന്നിരിക്കേണ്ടത്? നീ കടന്നു പോകുന്ന സകല പോരാട്ടങ്ങളുടെ നടുവിലും, നീ കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളുടെ നടുവിലും നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, രക്തം ചെയ്യും. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നിന്റെ സങ്കടങ്ങൾ മനുഷ്യരോട് പറയണ്ട, നിന്റെ വേദനകൾ മനുഷ്യരോട് പറയണ്ട, നീ മനുഷ്യനെ ആശ്രയിക്കാൻ ഒരുങ്ങണ്ട. നീ കർത്താവ് യേശു ക്രിസ്തുവിനെ ആശ്രയിക്ക്, അവൻ നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. നിന്റെ കഷ്ടകാലത്ത്, ദാവീദിന്റെ കഷ്ടകാലത്ത് ദൈവം കൂടെയിരുന്നു, രക്തം ചെയ്യും. പഴയ നിയമത്തിൽ അനവധി ഭക്തന്മാരുടെ കഷ്ടതകൾ കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം കൂടെയിരുന്നു എന്ന്. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സുഹൃത്തെ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ കടന്നു പോകുന്ന കഷ്ടതയെ നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് നീ ദൈവത്തോട് പറ. ഹല്ലേലൂയ. ദൈവം നിന്നെ വിടുവിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നത്. വീണ്ടും ആ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മളെ 1 തെസ്സലോനിക്ക ലേഖനം ഹല്ലേലൂയ 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, ഹല്ലേലൂയ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന്. അവിടെ പറഞ്ഞ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടമെന്ന്. ഇടപെടാതെ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പൊ നിങ്ങൾ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. സ്തോത്രം എന്ന യാഗത്താൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങുമ്പോൾ, സ്തോത്രം എന്ന അന്തരഫലം നിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം നിന്റെ മേൽ അയക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ എപ്പോഴും കർത്താവിനെ സ്തുതിക്കണമെന്നാണ് പറയുന്നത്. അപ്പം പൊതുവെ ജനങ്ങൾ കർത്താവിൽ വന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുമ്പോൾ, നന്മകൾ പ്രാപിക്കുമ്പോൾ ഹൃദയപൂർവ്വം അവനെ സ്തുതിക്കും. എന്നാൽ നാം ഉയർച്ചയിലും താഴ്ചയിലും കർത്താവിനെ സ്തുതിക്കുവാൻ പഠിക്കണം. പലരും ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ദൈവസന്നിധി എല്ലായിടത്തും പോയി, എല്ലാ വഴിയിലും പോയി. ചിലരൊക്കെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും കയറിയിറങ്ങി, എല്ലാ പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച്, എല്ലാ മലകളും കയറിയിറങ്ങി, ഭാരവീയൊരു കുരിശൊക്കെ ചുമന്ന് നടന്ന് എല്ലാ നേർച്ച കാഴ്ച വഴിപാടുകളും എല്ലാ കർമാചാരങ്ങളും ചെയ്ത്, ആടുമാട് കന്നുകാലികളും എല്ലാം വഴിപാട് വെച്ച് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്തിട്ട് അവസാനം യേശുക്രിസ്തുവിലേക്ക് വരുന്നവരുണ്ട്. യേശുക്രിസ്തുവിലേക്ക് വന്ന് അവർക്ക് നന്മ ലഭിക്കുമ്പോൾ, അവർക്ക് അനുഗ്രഹം ലഭിക്കുമ്പോൾ, സൗഖ്യം കിട്ടുമ്പോൾ അപ്പോൾ മാത്രം ദൈവത്തെ സ്തുതിക്കുന്ന ഭക്തന്മാരുമുണ്ട്. അല്ലേ? എന്നാൽ യഥാർത്ഥ ഭക്തൻ എങ്ങനെയാണെന്ന് പറയാമോ? അവൻ ഉയർച്ചയിലും അവന്റെ താഴ്ചയിലും അവന്റെ കഷ്ടതയിലും അവന്റെ ശോധനയിലും പരീക്ഷയിലും പരീക്ഷാ ഘട്ടങ്ങളിലും അവൻ കടന്നുപോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും അവൻ എപ്പോഴും ദൈവത്തെ, കർത്താവ് യേശുക്രിസ്തുവിനെ ഏറ്റുപറയുന്ന അത്തരഫലമെന്ന സ്തോത്രയാഗം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. നന്മ കിട്ടാൻ വേണ്ടി കാര്യം കാണുമ്പോൾ മാത്രം സ്തുതിക്കുന്നതല്ല ദൈവത്തിന് കൊടുക്കുന്ന യാഗം എന്ന് പറയുന്നത്. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ച നാള് മുതൽ ദൈവത്തിന്റെ യാഗം എന്താണെന്ന് നിനക്ക് വെളിപ്പെടുത്തിയ നാള് തൊട്ട് നിന്റെ മരണം വരെ, അഥവാ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ് വരെ സ്തോത്രയാഗം അർപ്പിക്കണം.
ഹല്ലേലൂയ. സ്തോത്രയാഗം അർപ്പിച്ച് നീ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. സ്തോത്രാവേ, ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ഈ സകലരോടും പറയട്ടെ, ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത കുടിയിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരും ചെറിയവരും ഒരുപോലെ സ്നേഹിക്കുന്നവൻ, മുഖപക്ഷം കൂടാതെ സ്നേഹിക്കുന്നവൻ, ഹല്ലേലൂയ, ആ കർത്താവ് യേശു ക്രിസ്തു ആമേൻ നമ്മോട് പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. അവന് ദൈവത്തിന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമായി പൊതുവെ ജനങ്ങൾ നന്മ കിട്ടുമ്പോൾ മാത്രമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അതുകൊണ്ടാണ് വചനം സ്തോത്രം മത്തായിയുടെ സുവിശേഷം 12-34 വാക്യം വായിക്കും കാണുന്നുണ്ട്. നന്മ കിട്ടുമ്പോൾ മാത്രം, സൗഖ്യം കിട്ടും മാത്രമല്ല, ദൈവം നിനക്ക് ചെയ്യുന്ന സകല ഉപകാരങ്ങളൊപ്പം നിന്റെ ഹൃദയം നിറഞ്ഞുമ്പോൾ ദൈവത്തിന് ഹല്ലേലൂയ സ്തുതിക്കാൻ ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ വായി സംസാരിക്കുമെന്ന് മത്തായി 12:34 എഴുതിയിട്ടുണ്ട്. അത് ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ നിന്റെ ആദരങ്ങൾ കൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം. ദൈവത്തിന് പിറുപിറുക്കരുത്, ദൈവത്തെ കുറ്റം പറയരുത്, ദൈവത്തെ നിന്ദിക്കരുത്, പരിശുദ്ധന്മാരെ ദുഃഖിപ്പിക്കരുത്, ദൈവത്തെ നിങ്ങൾ ന്യായം വിധിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. പലരും ദൈവത്തെ ന്യായം വിധിക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ ന്യായം വിധിക്കുമെന്ന്. നീ ദൈവത്തെ ന്യായം വിധിക്കുമെന്ന്. നീ ദൈവത്തെ സ്തുതിച്ചാൽ മതി ശ്രോതാവേ. അതുകൊണ്ട് ദൈവം ഇയ്യോബിനെ നോക്കും നിങ്ങൾ. ഇയ്യോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു, കഷ്ടപ്പാടുകളും സങ്കടങ്ങൾ വന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായി നാടുമാട് കന്നുകാലിയത്തിന്റെ മക്കൾ എല്ലാം തകർന്നു കഴിഞ്ഞാൽ പിശാച് പറഞ്ഞു, അവൻ നിന്നെ ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന്. യോബ് ദൈവത്തെ ത്യജിച്ചു പറയുമെന്ന്. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന യോബിന്റെ പുസ്തകം ഹല്ലേലൂയ 1-21 വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. യോബ് പറയും, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇതിലൊന്നും യോബ് പാപം ചെയ്യോ ദൈവത്തോട് ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുക ചെയ്തില്ല. പിശാച് പറഞ്ഞു, യോബിനുള്ള സമ്പത്തുകൾ മുഴുവൻ നീ എടുത്താൽ യോബിനുള്ള സമ്പത്ത് മുഴുവൻ മാറിക്കഴിഞ്ഞാൽ യോബ് ദൈവത്തെ ത്യജിച്ചു പറയുന്നു പറയുന്നത്. ഹല്ലേലൂയ. യോബ് പറയുക, യഹോവ തന്ന, യഹോവ എടുത്തു, അതുകൊണ്ടൊന്നും ഞാൻ ദൈവത്തെ നിന്ദിക്കത്തില്ല, എല്ലാം ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വചനം പറയുന്നത് യോബിലുള്ളതൊക്കെയും നശിച്ചാൽ ദൈവത്തെ ത്യജിക്കും എന്നായിരുന്നു സാത്താന്റെ വാദം. പക്ഷേ അവനുള്ളതെല്ലാം നശിച്ചിട്ടും അവൻ ദൈവത്തെ ത്യജിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ പരാജയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രൈസിലേതാണ്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് വന്ന് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. ദൈവം നിന്നിൽ നിന്ന് ആരാധനയാണ് സ്വീകരിക്കുന്നത്. വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രയാഗം അർപ്പിക്കുന്നവന്, എന്നെ മഹത്വപ്പെടുത്തുന്നതിന്, നടപ്പിനെ ക്രമപ്പെടുത്തുന്നതിന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ നാമത്തെ ഏറ്റവും അന്തരഫലം സ്തോത്രയാഗം അർപ്പിച്ച് നീ ദൈവത്തിലെ എന്ന് പറയുന്ന നിരപ്പ് പ്രാപിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. എന്നെ കേൾക്കുന്ന പ്രിയമാതാപിതാവേ, സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ കടന്നു വരുമ്പോൾ പതറിപ്പോകാം. അത് യേശുവിന്റെ ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധനെ കണ്ട നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയമായി കേരളത്തിൽ ലോകരാജ്യം 800 കോടി ജനതലമുറ കണ്ടെത്തി പ്രാർത്ഥന തൊഴിലാളികൾ, കർത്താവ് വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, കർത്താവ് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വൃത്തരക്ഷണ യാചകർ, ഓർഫനേജ്, ഓൾഡർ തടവറയിലായിരിക്കുന്ന സകല ജനത്തെ വല്ലുരിയ കർത്താവ് സ്രോതം, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അധികാരികളെ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, ഗവർണർ, പട്ടാളമേധ, ഗോത്രവിഭാഗങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല ഭരിക്കുന്നവരെ, അതിർത്തികൾക്ക് CRPO, ക്രമസമാധാന പാലക, നിയമപരമാണ് രഹസ്യാംശ വിഭാഗങ്ങളെ കർത്താവ് ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് കരയിലും കടലും ആകാശമാർഗ്ഗ വാഹനോടി വാഹന യാത്ര വാഹനം നിങ്ങൾ സെയിൽസ് ചെയ്യുന്നവർ, കൺഷനും മെക്കാനും മോട്ടറും യൂണിയനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടൈപ്സ് ഓഫ് ഡ്രൈവേഴ്സിനെയും, കടലോര വാസ തീരദേശ മത്സ്യത്തിനെ കടന്നു കരികൾ, കമ്പനി, ഫാക്ടറി ജോലി ചെയ്യുന്ന വഴിയോടെ കച്ചവടക്കാർ, വലുതുചെറുമായ എല്ലാ വ്യാപാരികൾ, ശ്രീരമേലും കർഷകരും ജോലി ചെയ്യുന്നവർ, മത, സാമൂഹിക, സംസ്കാര, ചരിത്ര, മാധ്യമ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ ഭരണവിരുദ്ധ പാർട്ടികളിലെല്ലാം മത നേതാക്കന്മാരെയും, തീവ്രവാദ ഭീകരവർഗത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർ, മദ്യത്തിന് മയക്ക് പാൻ ശരീരം വിവിധ രോഗത്താൽ വ്യാധികൾ കടന്നു പോകുന്നവർ, ബിസിനസ് പരാൻ സാമ്പത്തിക കർഷകർക്ക് കുടുംബജീവൻ തകർന്നവർ, വിവിധ പ്രതിസന്ധികൾ കടന്നു പോകുന്ന എല്ലാ ജനത്തെയും കരങ്ങളിലേൽപ്പി, വിദേശ രാജ്യത്ത് കടന്നു പീഡ അനുഭവിക്കും, വേദനയിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരും കർത്താവ് എടുത്ത് കരങ്ങളിലേൽപ്പിക്കുന്നു. വിവാഹപ്രായത്തിൽ സൗകര്യസ്ഥലന്മാർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബജീവൻ തകർന്ന് കോടതിയിൽ ഡിവോഴ്സിന്റെ കേസുമായി കിടക്കുന്ന അനവധി കേസുകൾ, സഹോദരങ്ങൾ തമ്മിൽ ഛിന്നഭിന്നമായി കിടക്കുന്ന കുടുംബജീവിതം തകർന്ന് കിടക്കുന്ന
കിടക്കുന്ന സഭയുമായി ഇടച്ചേർക്കുന്ന പിന്മാറ്റക്കാർ അടക്കമുള്ള അനവധി ആളുകളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മാനസാന്തരം മടങ്ങി വന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ ഏറ്റുകൊണ്ട് അത്തരം ഫലം സ്തോത്രയാഗം അർപ്പിച്ച് ദൈവകൃപ പ്രാപിപ്പാൻ കഷ്ടകാലത്തെ വിളിച്ചപേക്ഷിച്ച് വിടുതൽ പ്രാപിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിനായി ഞാൻ ഒരുക്കുന്നു. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ ഈ കാലഘട്ടത്തിൽ മാനസാന്തര ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖല ശുദ്ധീകരണം, എല്ലാ സമാധിയന്മാരും ദൈവം സന്ദർശനം, അഴിമതി, കഴുത്തിന്റെ പൂർത്തവും പിടിച്ചുപറി, മോഷണവും ബലാത്സംഗവും, പീഡകൾ, മഹാവ്യാധികൾ ഒക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജനം മാനസാന്തരത്തിൽ മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവിന് കൊടുക്കേണ്ട ആദരപരമായി സ്തോത്രയാക്ക് കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തെ ദൈവം വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.